തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ ഗതാഗത പ്രശ്നത്തിൽ ഇടപെട്ട് ഹൈക്കോടതി ട്രാഫിക് കുരുക്കും അപകടങ്ങളും ഒഴിവാക്കുന്നതിനായുള്ള നടപടികൾ 6 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്ന് കോടതി ഉത്തരവ്. ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ മാറ്റിസ്ഥാപിക്കണം എന്ന കോടതി ഉത്തരവിൽ പ്രതീക്ഷ വച്ച് തലസ്ഥാനവാസികളായ ഹർജിക്കാർ. തുടർച്ചയായി തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ അപകടങ്ങൾ പതിവാകുകയും 30ഓളം ജീവനുകൾ നഷ്ടമായ സാഹചര്യത്തിൽ കൂടിയാണ് കുരുക്കഴിക്കാൻ തലസ്ഥാനത്തെ ഒരു കൂട്ടം സ്ഥലവാസികളുടെ ശ്രമം. ഇതിനായി ഇവർ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഹർജിക്കാരായ CN സുബ്രഹ്മണ്യ ശർമ്മ, G ശിവപ്രസാദ്, G പത്മനാഭൻ, G രാമകൃഷ്ണൻ എന്നിവർ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നിർണായക ഇടപെടലുണ്ടായത്. കിഴക്കേക്കോട്ടയിലെ ട്രാഫിക്കും അപകടങ്ങളും ഒഴിവാക്കാൻ 6 മാസത്തിനുള്ളിൽ വിവിധ നിർമ്മാണങ്ങൾ പൂർത്തിയാക്കണമെന്നാണ് കോടതി ഉത്തരവ്. ഗതാഗതക്കുരുക്ക് സൃഷ്ടിക്കുന്ന ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ മാറ്റി സ്ഥാപിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. കഴിഞ്ഞ ജൂൺ ജൂലൈയിലാണ് ഇത് കേസ് കൊടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചത്. അപ്പോഴാണ് ഫയൽ ചെയ്തത്. ഞങ്ങളെല്ലാവരും എപ്പോഴും അതുവഴി പോകുമ്പോഴും എപ്പോഴും അവിടെ ഒരു കഞ്ചഷനാണ്, ടോട്ടൽ കഞ്ചഷൻ. നമുക്കൊരു 5 മിനിറ്റ് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാതെ ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റില്ല. ബസ് 2 നിരയായിട്ട് പാർക്ക് ചെയ്യുന്നു. ആൾക്കാർ ഒരു 30ഓളം പേര് മരിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്, ബസ് ഇടിച്ച്. അപ്പോൾ ഇതിനൊരു പെർമനൻറ്റ് സൊല്യൂഷൻ വേണം. അതുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത്, ഇങ്ങനൊരു ഓർഡർ വാങ്ങിച്ചത്. കാൽനട യാത്രക്കാർക്കുള്ള പാത മെച്ചപ്പെടുത്തുന്നതിനും സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള പൊതു താൽപര്യ ഹർജിയാണ് കോടതി തീർപ്പാക്കിയത്. കിഴക്കേക്കോട്ട പ്രദേശത്ത് കാൽനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും എളുപ്പത്തിലും സുരക്ഷിതമായും സഞ്ചരിക്കാൻ എസ്കലേറ്ററുകളുള്ള 3 ഫുട് ഓവർ ബ്രിഡ്ജുകൾ നിർമ്മിക്കുന്നതിനായി നാറ്റ്പാക്കും തിരുവനന്തപുരം റോഡ് കോർപ്പറേഷനും സമർപ്പിച്ച നിർദ്ദേശം നടപ്പാക്കണമെന്നും ഉത്തരവുണ്ട്. വരും തലമുറയ്ക്കു കൂടി വേണ്ടി ദീർഘവീക്ഷണത്തോടെയാണ് പ്രവർത്തനത്തിന് ഇറങ്ങിയതെന്ന് ഹർജിക്കാർ പറയുന്നു. ഇത് ആക്സിഡന്റ് നടക്കുമ്പോൾ അന്ന് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം എന്തെങ്കിലും ഒരു ചർച്ചയാവും, അത്രയേ ഉള്ളൂ. അതിനുശേഷം പിന്നെ ഒരു ന്യൂസിലും ഒരു ഇതിലും ഒന്നും കാണുന്നില്ല. സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയാൽ അത് കർശനമായി നടപ്പാക്കാൻ അധികൃതർ ശ്രമിക്കണമെന്നും ഹ്രസ്വകാല ദീർഘകാല നടപടികൾ നടപ്പിലാക്കണമെന്നും വകുപ്പുകൾക്ക് പൂർണ്ണമായ അഭിപ്രായ സമന്വയം ഉണ്ടാകണമെന്നും ഹർജിക്കാർ വ്യക്തമാക്കുന്നു. സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച ഉണ്ടാകുന്നതായും വിമർശനമുണ്ട്. ഓരോ ആക്ടിവിറ്റീസും ഇവിടെ കൃത്യമായിട്ട് ചെയ്യുന്നില്ല. ഇതിന് ഉത്തരവാദി ഗവൺമെൻറ്റുകൾ തന്നെ, ഏത് ഗവൺമെൻറ് ആയിരുന്നാലും ആ ഗവൺമെൻറ് കറക്റ്റ് രീതിയിൽ ചെയ്യാത്തത് കൊണ്ടാണ് ഇത്തരം മരണങ്ങൾ ഇവിടെ സംഭവിച്ചത്. ഇപ്പം നമ്മുടെ തന്നെ അവിടെ തന്നെ ഒരു വലിയൊരു വാക്ക് ട്രാക്ക് ചെയ്തു വച്ചിട്ടുണ്ട്. അത് യൂസ്ഫുൾ ആകുന്നില്ല. അതിപ്പം 4.5 കോടി രൂപ എടുത്ത് ഒരു പ്രൈവറ്റ് ഫേം ചെയ്തു. അവരുടെ അഡ്വർടൈസ്മെൻറ്റ്സ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ജനങ്ങൾക്ക് അത് പ്രയോജനമായ രീതിയിൽ അത് ചെയ്യുന്നില്ല. അതിൻ്റെ റീസൺസിന് നമ്മുടെ നിയമപാലകരും എല്ലാവരും ഉൾപ്പെട്ടവരാണ്. എന്തിനാണ് ഇത്തരം സാധാരണ ജനങ്ങളെ കൊല്ലിക്കുന്നത്? അത് എന്തിനു വേണ്ടിയാണെന്ന് മനസ്സിലാകുന്നില്ല. ഇവിടെ ഒരു അനാസ്ഥ ഞാൻ കാണുന്നുണ്ട്. അതിലെന്തെന്ന് പറഞ്ഞാൽ KSRTCയുടെ വച്ചിരിക്കുന്ന റോഡിൻ്റെ അടുത്താണ്. അതിൻ്റെ പിറകെ ഒരുപാട് ഷോപ്പുകളുണ്ട്. അത് ഒരിക്കലും ജനങ്ങൾ ഉപയോഗിക്കുന്നതേ ഇല്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷേ അത് ഇവിടുത്തെ പ്രമുഖരായ പലരുടെയും രാഷ്ട്രീയക്കാരുടെ സ്ഥലങ്ങളായി കൺകണിച്ച് അതിനകത്ത് അവർ ഉപയോഗിച്ച് പോകുന്നുണ്ട്. ഇതിന് അനന്ത എന്ന രീതിയിൽ നമ്മുടെ മുൻ കളക്ടർ ഷിബു പ്രഭാകർ ഇതിനൊരു തീരുമാനം കൊണ്ടുവന്നു. ആ സമയത്ത് ഈ KSRTCയുടെ ആ ബാക്ക് സൈഡിലേക്ക് ഈ ബസ് സ്റ്റാൻഡ് മാറ്റാൻ അവർ ഒരുപാട് ശ്രമം നടത്തി. പക്ഷേ അദ്ദേഹത്തിന് പോലും, ഒരു ബ്യൂറോക്രാറ്റിന് പോലും അത് ചെയ്ത് പൂർത്തീകരിക്കാൻ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിച്ചില്ല. മരണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഉത്തരവ് കാൽനട യാത്രക്കാർക്കുള്ള പാത മെച്ചപ്പെടുത്തുന്നതിനൊപ്പം സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയെന്നും കോടതി നിരീക്ഷണമുണ്ട്. ജനം, തിരുവനന്തപുരം.